ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെമ്മറി മേക്കേഴ്സ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് കസവ് കേന്ദ്രയിലാണ്. അപ്പം നമ്മൾക്കുള്ളിൽ കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ സെക്ഷനിൽ നിന്ന് ചുരിദാറും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഓറ് തരേണ്ടതൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരു ചുരിദാർ ജസ്റ്റ് ഫിറ്റ് വെച്ച് നോക്കി. മെറ്റീരിയലാണ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയി. അപ്പം ഞാൻ അതന്നെ എടുത്തു. അമ്മയ്ക്കും ഇത് സെയിം സാധനം തന്നെ അമ്മയ്ക്കും എടുത്തു. പിന്നെ ചുരിദാർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നമ്മൾ നേരെ പോയത് സാരീൻ്റെ സെക്ഷനിലേക്കാണ്. അവിടുന്ന് സാരി ഒരു 3 സാരി ജസ്റ്റ് കളർ ചേഞ്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, മീൻസ് വെച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പം അമ്മയ്ക്കതിനോണ്ട് ഫിറ്റ് ചെയ്ത് നോക്കുന്ന കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത് നോക്കി അതിൽ എനിക്ക് ഒരു വയലറ്റും അതേപോലെ തന്നെ ഗ്രീൻ ആൻഡ് പർപ്പിൾ ആ ഒരു ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത്. ഫൈനലി നമ്മൾ ആ ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് എടുത്തത്. അവിടുന്ന് നേരെ ബ്ലൗസിനും അതേപോലെ തന്നെ എൻ്റെ ധാവണിക്ക് ഉണ്ടായിരുന്ന ഇതിനുള്ള ലൈനിങ് എടുക്കാൻ അവിടെ നിന്ന് നേരെ പോയി. എൻ്റെ ധാവണി ഞാൻ കല്യാണം നെയ്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അത് ഞാൻ കല്യാണത്തിന് അന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് വേണ്ട സാരിയും പാർട്ടിക്കുള്ള ഡ്രസ്സും എനിക്ക് അമ്മയ്ക്കുള്ള ഡ്രസ്സും ഒക്കെ എടുത്ത് അതിലേക്ക് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തതിന് ചേച്ചീൻ്റെ വെള്ള കല്യാണമാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വൈറ്റ് മെറ്റീരിയൽ എടുക്കണം, ചുരിദാറിന് ടോപ്പ് അടിക്കാൻ മെറ്റീരിയൽ എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കസവ് കേന്ദ്രമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെറ്റീരിയലും കൂടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകാം. വൈറ്റ് മെറ്റീരിയൽ എനിക്ക് അവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനത് എടുത്തില്ല. പിന്നെ അങ്ങനെ നേരെ വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ട് ബില്ല് ചെയ്തിട്ട് അത് വാങ്ങി നമുക്ക് ഇറങ്ങാം. എന്നിട്ട് എക്സാമിലൊന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെ എന്തായാലും ഉണ്ടാവും. എനിക്കതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ, ചെരുപ്പ്, ആക്സസറീസ് കാര്യങ്ങളും വാങ്ങാം. നമ്മൾ കല്യാൺ കേന്ദ്രേൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി എസ് എം പോയിട്ട് ചെരുപ്പും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എസ് എം വാങ്ങിക്കാനുണ്ട്. ആക്സസറീസും കാര്യങ്ങളൊക്കെ എസ് എം വാങ്ങിക്കാൻ. അങ്ങനെ നമ്മൾ എസ് എമ്മിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വൈറ്റ് മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് മെറ്റീരിയൽ വാങ്ങാൻ വന്നത് രാധാ തിയേറ്ററിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലാണ്. ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വൈറ്റ് 2 ടൈപ്പ് മെറ്റീരിയലാണ് അവിടെ നിന്ന് നോക്കിയത്. എനിക്കതിൽ നെറ്റിൻ്റെ ടൈപ്പിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കുക. ആ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതങ്ങനെ നമ്മൾ ബില്ല് ചെയ്ത് ചെരുപ്പും കാര്യങ്ങളും വാങ്ങാൻ നമുക്ക് പോവാം. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്തൊരു ഓഫ് വൈറ്റിൽ വൈറ്റ് സ്റ്റോൺ വരുന്നൊരു ചെരുപ്പാണ് എടുത്തത്. ഇതൊക്കെ ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞു. ഡ്രസ്സും കാര്യങ്ങളും അതിന് വേണ്ടി മെറ്റീരിയൽ സാധനങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. ചെരുപ്പ് കാര്യങ്ങൾ ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആക്സസറീസാണ്. ഏകദേശം ഇപ്പോൾ ടൈം 9 മണി കഴിഞ്ഞ്. അപ്പോൾ ഏകദേശം എസ് എമ്മിലെ ഷോപ്പ് ഫുൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെയും മറ്റന്നാളായിട്ട് ബാക്കി വേണ്ട ബ്ലൗസിന് ഡിസൈൻസിന് വേണ്ട സ്റ്റോണും കാര്യങ്ങളും ആക്സസറീസും എല്ലാം വഴിയേ പർച്ചേസ് ചെയ്യും. അപ്പം കല്യാണത്തിൻ്റെ ചേച്ചി കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടൻ്റായിട്ട്. അപ്പോൾ വഴിയെ ഓള് വരുന്ന വീഡിയോയും പിന്നെ അങ്ങോട്ടുള്ള മാരേജിൻ്റെ അതേപോലെ തന്നെ ചേച്ചി വരുന്ന വീഡിയോയും പിന്നെ അവളെ ഡ്രസ്സിൻ്റെ പർച്ചേസും ഏകദേശം പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ് അങ്ങനെ ഫുൾ പർച്ചേസിൻ്റെയും കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.